എയ്ഡഡ് നിയമനം. ഭിന്നശേഷി സംവരണത്തിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി സർക്കാർ. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നിർണായക തീരുമാനത്തിലേക്ക്. NSSന് അനുകൂലമായി പുറപ്പെടുവിച്ച ഉത്തരവ് സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. ഇത് സംബന്ധിച്ച നിയമോപദേശം സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാർ സ്വീകരിച്ച കർശന നിലപാടിനെതിരെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഈ പ്രതിഷേധം തണുപ്പിക്കാനാണ് പുതിയ നീക്കം. ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ അൻസാരിയുടെ പേര്. പത്തനംതിട്ട കടമ്പനാട്ടെ 35 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കാമുകനായി യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി ഏനാത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഫെബ്രുവരി 14-നാണ് യുവതിയെ പത്തനംതിട്ട കടമ്പനാടുള്ള ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ഇതിൽ പറയുന്നത് തന്റെ മരണത്തിന് ഉത്തരവാദി സുഹൈൽ അൻസാരി എന്നായിരുന്നു. ബന്ധുക്കൾക്ക് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലാണ് സുഹൈൽ അൻസാരിയുടെ പേരുണ്ടായിരുന്നത്. പിന്നാലെയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. സുഹൈൽ നിലവിൽ ഏനാത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്ത NIA. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനെ NIA അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലയിലെ വാളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് NIA സംഘം പിടികൂടിയത്. ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. 2022 മുതൽ ഇയാൾ ഒളിവിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ദീർഘകാലമായി ഇയാളെ കണ്ടെത്താൻ NIA പ്രത്യേക നിരീക്ഷണം തുടരുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മൊയ്തീൻകുട്ടിയെ പിടികൂടാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകി നടി രേഖ രതീഷ്. സൈബർ അധിക്ഷേപത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സീരിയൽ നടി രേഖ രതീഷ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി നൽകിയ പരാതി സൈബർ പോലീസിന് കൈമാറി. നടി വിവാഹം കഴിക്കുന്നുവെന്ന പേരിൽ അധിക്ഷേപ ക്യാപ്ഷനുകളും വീഡിയോകളും പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി. നടിമാർ ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തിജീവിത വിഷയമാക്കി അധിക്ഷേപ വീഡിയോകൾ നിർമ്മിക്കുന്നത് അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് രേഖ പറഞ്ഞു. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ പ്രചാരണം തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ തനിയാവർത്തനത്തിനാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇക്കുറിയും കളമൊരുങ്ങുന്നത്. ആദ്യഘട്ട ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VA അബ്ദുൾ ഗഫൂറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് മുസ്ലിം ലീഗിൽ ധാരണ. പുതുയുഗ യാത്രയ്ക്ക് മുന്നോടിയായുള്ള ജാഥ നയിച്ച് ഗഫൂർ മണ്ഡലത്തിൽ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു.